ആക്സിയം ദൗത്യ സംഘത്തിന്റെ മടക്കത്തെക്കുറിച്ചാണ്. 18 ദിവസത്തെ ബഹിരാകാശ വാസത്തിന് ശേഷം ശുഭാംശു ശുക്ല ഇന്ന് ഭൂമിയിൽ തിരിച്ചെത്തും. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ശുഭാംശുവിന്റെ ഡ്രാഗൺ പേടകം കാലിഫോർണിയ തീരത്തിനടുത്ത് കടലിൽ ഇറങ്ങും. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 4:45 ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തത്. 7 പരീക്ഷണങ്ങളാണ് ബഹിരാകാശത്ത് ശുഭാംശു ശുക്ല നടത്തിയത്. എല്ലാ പരീക്ഷണങ്ങളും വിജയകരം എന്നാണ് ISRO അറിയിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകാനായി ഐസൻ ജോസ് ഉണ്ട്. ഐസൻ, ഗുഡ് മോർണിംഗ്. 22 മണിക്കൂർ നീണ്ട യാത്രയ്ക്കൊടുവിലായിരിക്കും ശുഭാംശു ഭൂമി തൊടുക. എങ്ങനെയാണ് നമുക്ക് വിശദാംശങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കും? നീളുന്ന യാത്ര ഇന്ന് 3 മണിയോടെ അവസാനിക്കുമെന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത്. ഇന്ന് 3 മണിയോടുകൂടി അത് കൃത്യമായി ഭൂമിയിൽ പതിക്കും. ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലത്തിലേക്ക് പ്രവേശിച്ച് കൃത്യമായി വേഗം കുറച്ചുകൊണ്ട് അത് ഭൂമിയിൽ കടലിൽ വന്നിറങ്ങുകയാണ് ചെയ്യുക. നേരത്തെ നമ്മൾ പലതവണ, അതായത് സുനിത വില്യംസിന്റെയും അതുപോലെ തന്നെ ഈ ബഹിരാകാശ പേടകങ്ങളുടെ പരീക്ഷണങ്ങളിലെല്ലാം തന്നെ കണ്ടതുപോലെ കൃത്യമായി 3 പാരച്യൂട്ടുകളുടെ വിന്യാസം നടന്ന് അത് കൃത്യമായി കടലിൽ ഇറങ്ങുകയാണ് ചെയ്യുക. ഇന്ന് 3 മണിയോടെ കടലിലിറങ്ങും. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ കാലിഫോർണിയൻ തീരത്ത് കടലിലിറങ്ങും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ ശുഭാംശു ശുക്ലയുടെ വൻ വിജയകരമായ ഒരു യാത്രയായിരുന്നു നടന്നത്. നേരത്തെ പലതവണ നമ്മൾ പരാമർശിച്ചിട്ടുള്ളതാണ്. അതായത് 1984 രാകേഷ് ശർമ്മയ്ക്ക് ശേഷം രണ്ടാമതായി ബഹിരാകാശത്തെത്തുന്ന ഭാരതീയനാണ് ശുഭാംശു ശുക്ല. അദ്ദേഹം ബഹിരാകാശത്തെത്തിയതിന് ശേഷം അവിടെ ദിവസങ്ങളോളം ചെലവഴിച്ചത്, അതായത് 18 ദിവസത്തോളം ചെലവഴിച്ചത് ഒരു റെക്കോർഡാണ്. ആ റെക്കോർഡ് എന്ന് പറയുന്നത് നേരത്തെ രാകേഷ് ശർമ്മ സ്ഥാപിച്ച റെക്കോർഡിനേക്കാൾ വലിയ കൂടുതൽ ദിവസങ്ങൾ ബഹിരാകാശത്ത് തങ്ങിയ ഭാരതീയൻ എന്ന റെക്കോർഡ് നേടിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മടങ്ങിവരവ്. അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാന റെക്കോർഡും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ശുഭാംശു ശുക്ല നേടിയത് ബഹിരാകാശ നിലയത്തിൽ, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യ ഭാരതീയൻ എന്ന അംഗീകാരം കൂടിയാണ്. ഇത്തരത്തിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ചും അതുപോലെ തന്നെ 7ഓളം പരീക്ഷണങ്ങൾ നേരത്തെ പലതവണ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഈ മസിലുകളുടെ വികാസം സംബന്ധിച്ചും അത് സ്റ്റെം സെല്ലുകൾ മസിലുകളായി മാറുന്നത് സംബന്ധിച്ചുള്ള മൈക്രോഗ്രാവിറ്റിയിലെ പല പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ആൽഗകൾ, അതായത് വളരെ ചെറിയ അളവിൽ കഴിക്കുകയും വലിയ തോതിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളായ ആൽഗകളിൽ നിന്നുള്ള തരത്തിലുള്ള ഭക്ഷ്യോൽപാദനങ്ങൾ സംബന്ധിച്ചുള്ള പരീക്ഷണം, ഇതെല്ലാം തന്നെ ബഹിരാകാശ യാത്രയിൽ ഏറ്റവും സുപ്രധാനമായ ഘടകങ്ങളാണ്. അത്തരത്തിലുള്ള പരീക്ഷണങ്ങളും പിന്നെ വിത്ത് മുളപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പരീക്ഷണങ്ങൾ, അത്തരത്തിൽ വിവിധങ്ങളായ പരീക്ഷണങ്ങൾ 4ഓളം പരീക്ഷണങ്ങൾ ഇതിന് പുറമേയും നടന്നിട്ടുണ്ട്. അത്തരത്തിൽ പ്രധാനമായ മനുഷ്യനെ തൊടുന്ന നിരവധിയായ പരീക്ഷണങ്ങൾ നടന്നിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, പലതവണ ചർച്ച ചെയ്തതും പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് ഭാരതത്തിന്റെ സ്വന്തമായ ബഹിരാകാശ നിലയം. ഭാരതത്തിന്റെ സ്വന്തമായ ബഹിരാകാശ നിലയം ഉണ്ടാകുമ്പോൾ ഭാരതത്തിന്റെ ഈ വലിയ ജനസംഖ്യ, അതായത് വലിയ 140-ലേറെ കോടി വരുന്ന ജനസംഖ്യയ്ക്ക് കാര്യക്ഷമമായ ജീവിതം, ശാസ്ത്രീയമായ അല്ലെങ്കിൽ കാര്യക്ഷമമായ മികച്ച ജീവിതം ഉറപ്പാക്കുന്നതിന്, ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ നടത്തുന്നതിന് സ്വന്തമായ ഒരു ബഹിരാകാശ നിലയം തന്നെ തയ്യാറാക്കാനുള്ള ഒരു നീക്കമാണ് ഭാരതം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഗഗൻയാത്രയും അത് ചന്ദ്രയാനും എല്ലാം തന്നെ ഭാരതത്തിന്റെ നേരിട്ട് ചന്ദ്രനിൽ ചെന്ന് മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുക എന്ന ലക്ഷ്യം, അത്തരത്തിലുള്ള വിശാലമായ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് കൃത്യമായ ഒരു ട്രജക്ടറിയിൽ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ് ഭാരതം. അത്തരം നീക്കങ്ങളിലെല്ലാം തന്നെ ഏറ്റവും സുപ്രധാനമാണ് അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അനുഭവ പരിചയങ്ങളും എന്നതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ടത്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗവേഷണങ്ങളെല്ലാം വൻ വിജയമായിരുന്നു. അദ്ദേഹം ഭൂമിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായും കുട്ടികളുമായും ഒക്കെ സംവദിക്കുമ്പോഴെല്ലാം തന്നെ ഈ ഗവേഷണങ്ങളുടെ പ്രാധാന്യം സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അത്തരത്തിൽ നിരവധിയായ ഗവേഷണങ്ങൾ നടത്തി അതിന്റെ എല്ലാം പോസിറ്റീവ് റിസൾട്ടുമായാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. പോസിറ്റീവ് റിസൾട്ടിന്റെ ഡാറ്റ ഇവിടെ ലഭ്യമായി എങ്കിൽ കൂടി അത് സംബന്ധിച്ചപ്പോൾ ബഹിരാകാശത്ത് മുളച്ച വിത്തുകൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അത്തരത്തിലുള്ള വിവിധങ്ങളായ സംഭവങ്ങൾ, വിവിധങ്ങളായ ഗവേഷണ ലക്ഷ്യങ്ങൾ നേടിക്കൊണ്ടുള്ള ഒരു തിരിച്ചുവരവ് കൂടിയാണ് ശുഭാംശു ശുക്ലയുടേത് എന്നതാണ് മറ്റൊരു പ്രത്യേകത. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കടലിൽ ഇറങ്ങിയതിന് ശേഷം 7 ദിവസത്തെ ക്വാറന്റൈന് ശേഷമായിരിക്കും. ക്വാറന്റൈൻ എന്ന വാക്ക് നമുക്ക് ചിരപരിചിതമാണ്. അതായത് അവർക്ക് കൃത്യമായ പരിശീലനം അനിവാര്യമാണ്. അതായത് നേരത്തെ നമുക്കറിയാവുന്നതാണ്, ഈ ഭൂമിയിൽ എത്തുന്ന സമയത്തിന് മിനിറ്റുകൾ മുമ്പ് വരെ ഗുരുത്വാകർഷണ ബലം തീരെ കുറഞ്ഞ പ്രദേശത്താണ് അവർ കഴിയുന്നത്. സ്വാഭാവികമായും ശരീരത്തിന്റെ ഘടനയെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന്റെ പ്രവർത്തനത്തെയൊക്കെ അത് പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പെട്ടെന്ന് ഗുരുത്വാകർഷണ മേഖലയിലേക്ക് എത്തുമ്പോൾ. അതുകൊണ്ട് തന്നെ ഗുരുത്വാകർഷണ മേഖലയിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിനുണ്ടാകാവുന്ന
ഉണ്ടാകുന്ന ആഘാതങ്ങൾ കുറയ്ക്കുന്നതിന് പൂർണ്ണമായും പരമാവധി ചലനം കുറച്ചുകൊണ്ട് കൃത്യമായ സുരക്ഷയോടെ അവരെ പുറത്തിറക്കുക എന്നതാണ് ഇനി അടുത്ത പടിയായി ഉണ്ടാവുക. അത്തരത്തിൽ ഓരോരുത്തരെയായി പുറത്തിറക്കി 7 ദിവസത്തെ വൈദ്യസഹായവും മെഡിക്കൽ പരിശോധനകളും അതുപോലെ തന്നെ മെഡിക്കൽ അസിസ്റ്റൻസും മറ്റു വ്യായാമങ്ങളും എല്ലാം ചെയ്തതിനു ശേഷം ഭൂമിയുടെ ഗുരുത്വാകർഷണ സാധ്യതയുമായി 7 ദിവസം കൊണ്ട് പൊരുത്തപ്പെട്ടതിന് ശേഷമായിരിക്കും ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് കടത്തിവിടുക. നേരത്തെ നമുക്കറിയാവുന്നതാണ്, ശുഭാൻഷു ശുക്ല ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുമായി സംസാരിക്കുമ്പോൾ തിരിച്ചു വന്ന് ഭാരതീയരെല്ലാവരും അദ്ദേഹത്തെ കാത്തിരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തോട് വീഡിയോ കോളിൽ സംസാരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് ബഹിരാകാശത്ത് ഇരുന്നുകൊണ്ട് സംസാരിക്കുന്ന വേളയിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഭാരതം മുഴുവനും കാത്തിരിക്കുകയാണ് ഭാരതത്തിന്റെ രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരി, അതായത് റെക്കോർഡുകൾ സൃഷ്ടിച്ച് പരീക്ഷണങ്ങൾ നടത്തി വൻ വിജയമായ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം തിരിച്ചു വരുന്ന ശുഭാൻഷു ശുക്ലയെ സ്വീകരിക്കാൻ ഭാരതീയരെല്ലാവരും കാത്തിരിക്കുകയാണ്. 18 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ശുഭാംശു ശുക്ല ഇന്ന് ഭൂമിയിൽ തിരിച്ചെത്തുകയാണ്. ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് 3 മണിയോടുകൂടിയായിരിക്കും ഡ്രാഗൺ പേടകം കാലിഫോർണിയ തീരത്തിനടുത്ത് കടലിൽ ഇറങ്ങുക. ഇന്നലെ ഉച്ചതിരിഞ്ഞ് 4:45 ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 7 പരീക്ഷണങ്ങൾ ബഹിരാകാശത്ത് നടന്നിരുന്നു. എല്ലാ പരീക്ഷണങ്ങളും വിജയകരവുമായിരുന്നു. ഐസൻ ജോസാണ് വിശദാംശങ്ങൾ നൽകിയത്.